അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യർ, നിലവിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റാണ് എന്ന റഹ്മത്തുള്ള കാസിമിയുടെ വാദം അത് തികച്ചും തെറ്റാണ്. അത് അബദ്ധജടിലമാണ്. എന്തുകൊണ്ടെന്നാൽ സമസ്തയുടെ ആദ്യകാല സ്ഥാപക നേതാവായ മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് പറഞ്ഞത്, ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇത് മഹ്ദി ഇമാമിന്റെ കരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന്. അപ്പം മഹാനായ മഹ്ദി ഇമാമിന്റെ കരങ്ങളിലേക്ക് ഈ സമസ്ത എന്ന മഹിതമായ ആത്മീയ പ്രസ്ഥാനം എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വിധേയികളായ ആളുകൾ അതിൽ കയറിക്കൂടുമെന്നതും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ അവർ വരുമെന്നതൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത. അപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ മഹാനായ സ്ഥാപക നേതാവായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നല്ലേ വരിക. അപ്പം അതുകൊണ്ട് റഹ്മത്തുള്ള കാസിമിയെ പോലെയുള്ള ആളുകൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും ഇതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അത് സമസ്തയെക്കുറിച്ചുള്ള ജനങ്ങളുടെ മതിപ്പ് ഇല്ലാതെയാക്കാനാണോ എന്ന് തോന്നിപ്പോവാണ്. സമസ്തയോട് ഏതെങ്കിലും നിലക്ക് ഉദ്ദേശമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള പ്രസ്താവനകളിലേക്കല്ല പോകേണ്ടത്, മറിച്ച് സംയമനം പാലിക്കുക. നമുക്ക് കാണാൻ പോകുന്ന കാര്യം, വരാൻ പോകുന്ന കാര്യം പ്രവചിക്കാൻ എന്താണ് ഇവർക്ക് ഇത്രമാത്രം തിടുക്കം? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരിക്കലും സുന്നിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് നേരായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്തയുടെ ഒരു എളിയ ഹാദിമാകാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിനെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ അതിനെക്കുറിച്ച് വിമർശിക്കുകയോ ആ സമസ്തയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയോ അല്ല വേണ്ടത്. സമസ്ത എന്ന് പറയുന്നത് ദീനിയായ ആത്മീയമായ പ്രസ്ഥാനമാണ്. അതിവിടെ നിലനിൽക്കണം. അത് നിലനിൽക്കെങ്കിലേ ഇവിടെ ദീൻ നിലനിൽക്കുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് ഏവർക്കും ആ സമസ്തയുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.